ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തു വിടില്ല എന്ന രീതിയിലുള്ള സൂചനകൾ വരുന്നു. രഞ്ജിനി ചിത്രത്തിലെ നായിക രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഈ പുതിയ തീരുമാനം വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പം മുമ്പ് രഞ്ജിനിയുമായി ഞാൻ സംസാരിച്ചു. രഞ്ജിനി അവരുടെ ചില കാര്യങ്ങൾ പറഞ്ഞു. കാര്യം ഈ റിപ്പോർട്ട് അവരുമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് രഞ്ജിനി പറയുന്നത്. ഹർജിയിൽ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടുള്ളൂ എന്നാണ് ഹർജിയിലെ ആവശ്യമെന്ന് തോന്നുന്നു. ഷെബീദ് റാവുത്തർ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷെബീദ്, പറയൂ, മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ ലഭിക്കുന്നുണ്ടോ? നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതാണ്. അതായത് ഈ റെസ്പോണ്ടൻസ്, ഈ 5 മാധ്യമപ്രവർത്തകരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശം നൽകിയത്. അവർക്ക് ഇത് നൽകും, ഇന്ന് 11 മണിക്ക് നൽകും എന്നുള്ളതായിരുന്നു അവരെ അറിയിച്ചിരുന്ന കാര്യം. പക്ഷേ ഇന്ന് അത് ഉണ്ടായേക്കില്ല എന്നുള്ളൊരു മറുപടി അവർക്ക് ഇപ്പോൾ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, പുതിയ നീക്കത്തിൽ, അതായത് ഹൈക്കോടതിയിൽ ഇന്നലെയാണ് രഞ്ജിനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നൽകിയത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മുന്നുത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ആ സാഹചര്യത്തിൽ ഇത് ആലോചിച്ച ശേഷം സെക്രട്ടറിയുമായിട്ടടക്കം കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുത്താൽ മതി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിത് പുറത്തു വിടണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും 5 വർഷം മേശപ്പുറത്തിരുന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. 2017 രൂപീകരിച്ച ശേഷം 2019 റിപ്പോർട്ട് കൈമാറി. അതിനുശേഷം ഇത്ര വർഷവും പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടു. ഒടുവിൽ നിയമക്കുരുക്കുകളും ഹൈക്കോടതിയും കയറിയ ശേഷം ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ സ്വകാര്യതയുമായി സംബന്ധിച്ച സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഇന്നിത് പുറത്തുവിടാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പല ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുമല്ലോ. ഒന്നാമത്തെ ചോദ്യം, എന്തിന് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് അടയിരിക്കുന്നു? രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതിയിൽ ഇത് നിയമപരമായി തടസ്സമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഇത് വിതരണം ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് പുറത്തുവിടാം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോക്ക്? മൂന്നാമത്തേത്, നിയമ സെക്രട്ടറിയുമായിട്ടുള്ള നിയമ സെക്രട്ടറി കൂടിയാലോചന അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന നിയമോപദേശം, ആ നിയമോപദേശത്തിന് ശേഷം തിങ്കളാഴ്ചയാണോ അല്ലെങ്കിൽ തിങ്കളാഴ്ച കഴിഞ്ഞിട്ടാണോ, തിങ്കളാഴ്ചത്തെ ഹൈക്കോടതിയുടെ നിലപാട് കൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കുമോ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക? അങ്ങനെ പലവിധ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരും. പുതുതായി നമുക്ക് ലഭിക്കുന്ന, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേഷൻ ഇതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടേക്കില്ല. അതിന് അപേക്ഷ നൽകിയ 5 മാധ്യമപ്രവർത്തകർക്ക് അത് ലഭിക്കില്ല എന്നുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. താങ്ക് യു ഷെബീദ് റാവുത്തർ.